ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദിവസം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുക. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. തോട്ടം. ഞാൻ എൻ്റെ ഉദ്യാനത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. അത് വീട് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. തോട്ടം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം. 4-ാം അധ്യായം 16-ാം വാക്യം. വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. വടക്കൻ കാറ്റേ വരിക, തെക്കൻ കാറ്റേ വരിക. വടതിക്കാറ്റേ വരിക, തെക്കൻ കാറ്റേ വരിക. എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന്. സുഗന്ധം. ഏതാണ് ഈ തോട്ടം? നാം ഓരോരുത്തരുമാണ് തോട്ടം. നാം ഓരോരുത്തരും ജീവനുള്ള ക്രിസ്തുവിൻ്റെ ഉദ്യാനമാണ്. നാം ഓരോരുത്തരും നാം സൗരഭ്യവാസം നൽകുന്ന ഉദ്യാനമാണ്. സൗരഭ്യവാസം നൽകണം. ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശണം. വടക്കൻ കാറ്റ് ഊതിയാലും ശരി, തെക്കൻ കാറ്റ് വീശിയാലും ശരി, കാറ്റുകൾ ആഞ്ഞു വീശിയാലും ശരി, ഇതിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധം മാത്രമായിരിക്കും. കഠിനമായ ശോധനകളൊന്നും വരും, ദുരിതങ്ങളൊന്നും വരും, നമുക്ക് താങ്ങാൻ വയ്യാത്ത ആപത്തുകളൊന്നും വരും, നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ളതായ വലിയ വലിയ കെടുതികളൊന്നും വരും. പക്ഷേ എന്ത് വന്നാലും, വടക്കൻ കാറ്റ് ഊതിയാലും തെക്കൻ കാറ്റ് ഊതിയാലും എൻ്റെ ജീവിതത്തിൽ നിന്ന് സുഗന്ധം മാത്രമേ വരികയുള്ളൂ. സുഗന്ധം. അവിടെ നിന്ന് സ്നേഹം മാത്രമേ വരികയുള്ളൂ. അവിടെ നിന്ന് വിശുദ്ധി മാത്രമേ വരികയുള്ളൂ. അവിടെ ജീവനുള്ള ക്രിസ്തുവിനുള്ളതായ സ്നേഹം തുടിക്കുന്നൊരു തോട്ടം. 4-ാം അധ്യായം 16-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ടഫലം ഭുജിക്കട്ടെ. സുഗന്ധപൂരിതമായ നല്ല നറുമണമുള്ള തോട്ടമെന്ന് മാത്രമല്ല, അതിൽ വിശിഷ്ടഫലമുണ്ട്. വിശിഷ്ടഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കണം, ആത്മാവിൻ്റെ ഫലമാണോ ഞാൻ കായ്ക്കുന്നത്? മറ്റുള്ളവരോട് എനിക്ക് ബഹുമാനവും സ്നേഹവുമാണോ ഉള്ളത്? ആരെങ്കിലും ഞാൻ തരതാഴ്ത്തി കാണുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ സുഗന്ധം വരണം. സുഗന്ധം, സ്നേഹം. ആരോടും പരാതിയില്ലാത്ത, ആരോടും പരിഭവമില്ലാത്ത, ആരോടും ഒരു നീരസവുമില്ലാത്ത സുഗന്ധം. ആ സ്നേഹത്തിൻ്റെ സുഗന്ധം തമ്മിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം. ഈ തോട്ടത്തിൽ സുഗന്ധം വരണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ജീവിതം വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് സ്നേഹം പകരുന്നതാണോ? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വന്തം കുടുംബത്തിൽ അല്ല, എൻ്റെ നാട്ടിൽ, എൻ്റെ സഹപ്രവർത്തകരുടെ ഇടയിൽ അല്ല, എന്നിൽ നിന്ന് സ്നേഹമാണോ പ്രസരിക്കുന്നത്? സ്നേഹമാണോ പകരുന്നത്? വാസ്തവമായ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, കറതീർന്ന സ്നേഹം, പ്രതിഫലേച്ഛയില്ലാത്ത സ്നേഹം, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ഇങ്ങോട്ട് എന്ത് ചെയ്താലും തിരിച്ച് സ്നേഹം മാത്രം. ഇങ്ങോട്ട് ഉപദ്രവം ചെയ്താലും തിരിച്ചങ്ങോട്ട് സ്നേഹം മാത്രം. പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് ജീവിതത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാകുന്നത്. എളുപ്പമാണ്, പറയാൻ പറ്റും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. മറ്റുള്ളവർ ഉപദ്രവിക്കുന്നവരുണ്ടാകും, നമ്മളെ ചീത്ത പറയുന്നവരുണ്ടാകും, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകും, പലതരത്തിൽ നമ്മെ വിഷമിപ്പിക്കുന്നവരുണ്ടാകും. പക്ഷേ നമ്മിൽ നിന്ന് വരുന്നത് സ്നേഹം മാത്രം. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ നമ്മിൽ നിന്ന് കയ്പിൻ്റെ ലെവലേശം പോലും ഉണ്ടാകാൻ പാടില്ല. കയ്പിൻ്റെ അംശം പോലും പരമാണു പോലും കയ്പിൻ്റെ അംശം വരാൻ പാടില്ല. നമ്മിൽ നിന്ന് സ്നേഹം മാത്രം. അതാണ് ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശണം. ദൈവത്തിൻ്റെ തോട്ടമാണ് നാം ഓരോരുത്തരും. ദൈവത്തിൻ്റെ തോട്ടമാണ്. ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശണം. സുന്ദരമായ മനോഹരമായ പുഷ്പങ്ങൾ ഇതിൽ വിരിയണം. സ്നേഹത്തിൻ്റെ പുഷ്പങ്ങൾ വിരിയണം. പോരാ, ഈ തോട്ടത്തിൽ നല്ല ഫലം കായ്ക്കണം. നല്ല ഫലം. ഈ തോട്ടത്തിൽ വരുന്നവർക്ക് നല്ല ഫലം കിട്ടണം, നല്ല പഴങ്ങൾ കിട്ടണം, നല്ല സ്വാദിഷ്ടമായ ഫലങ്ങൾ ലഭിക്കണം ഈ തോട്ടത്തിൽ നിന്ന്. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി നമുക്ക് മനസ്സിലാകും, ഇതുവരെയും അത് സംഭവിച്ചില്ലല്ലോ. പലപ്പോഴും സുഗന്ധത്തിന് പകരം എൻ്റെ ജീവിതത്തിൽ നിന്ന് ചിലർക്ക് കയ്പ് ലഭിച്ചിട്ടുണ്ട്. ചിലർക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇഷ്ടക്കേടോ മുഷിച്ചിലോ പരിഭവമോ വരേണ്ടി ഇടവന്നിട്ടുണ്ട്. വൈരാഗ്യം വരാൻ ഇടവന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ചില പ്രയാസങ്ങൾ വരാനിടയായിട്ടുണ്ട്. ഇതെല്ലാം ഈ തോട്ടത്തിൽ നിന്ന് വന്നത് സുഗന്ധമല്ല, സ്നേഹമല്ല. വന്നത് വൈരാഗ്യമോ പകയോ വിദ്വേഷമോ അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് വരുന്നതായ എന്തെങ്കിലും കാര്യങ്ങളോ തന്നിഷ്ടമൊക്കെ ആയിരിക്കും. എന്നാൽ അത് മാറി
ദൈവത്തിൻ്റെ തോട്ടമായി നാം തീരണം. ക്രിസ്തുവിൻ്റെ തോട്ടമായി തീരണം. ക്രിസ്തുവിൻ്റെ തോട്ടം, ക്രിസ്തുവിൻ്റെ ഉദ്യാനം, ക്രിസ്തുവിന് വേണ്ടി മധുരഫലങ്ങൾ കായ്ക്കുന്ന ഉദ്യാനമായി നാം തീരണം. ദൈവത്തിന് സ്തോത്രം. ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശിക്കൊണ്ടിരിക്കണം. സുഗന്ധം നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് ദൈനംദിന ജീവിതത്തിലേക്ക് നോക്കിയാൽ കാണാം, പല 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 രംഗങ്ങളിൽ നിന്ന് നിൽക്കുമല്ലോ. പല കാര്യങ്ങൾ ചെയ്യും, പല പ്രവൃത്തികൾ ഇടപെട്ടും. പക്ഷേ എപ്പോഴും ഓർത്തുകൊള്ളണം, എന്നിൽ ആ സുഗന്ധം പ്രസരിക്കാൻ, വ്യാപിക്കാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ ഹൃദയത്തിൽ ഇല്ലാത്തത് എനിക്ക് അന്നേരം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഹൃദയത്തിലുണ്ടായിരിക്കണം. ഹൃദയം നിറയെ വിശുദ്ധിയും സ്നേഹവും മാത്രമായിരിക്കണം. സ്തോത്രം. അതൊരു അനുഗ്രഹീതമായൊരു അനുഭവമാണ്, വളരെ ശ്രേഷ്ഠമായ അനുഭവമാണ്. അപ്പോൾ അവിടെ ആവലാതികളില്ല, ആകുലങ്ങളില്ല. നമുക്ക് ഈ സ്നേഹം തുടിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ആരോടും പരുഷതയില്ല, ആരെക്കുറിച്ച് മുൻവിധിയില്ല. അവിടെ സ്നേഹം മാത്രം, നിഷ്കളങ്കമായ സ്നേഹം മാത്രം. ലോകം പക്ഷെ മനസ്സിലാക്കിയത് വരികയില്ല, ലോകത്തിന് ഇത് പിടികിട്ടുകയില്ല. ഈ സ്നേഹം വരിക എന്നൊക്കെ പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമാണെന്ന് ഈ ആളുകൾ ചിന്തിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലെങ്കിലും നമ്മിൽ നിന്ന്, ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശണം, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം. നമുക്ക് വായിക്കാം. യെശയ്യാപ്രവചന പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. മുന്തിരിത്തോട്ടത്തെക്കുറിച്ചൊരു പാട്ട് പാടും എന്നാണ് പറയുന്നത്. പ്രവാചകൻ പറയുന്നതാണ്. എൻ്റെ പ്രിയതമന്, കർത്താവായ യേശുക്രിസ്തുവിന്, യേശുക്രിസ്തുവിന് എൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി പ്രിയൻ്റെ പാട്ട് പാടും. ദൈവത്തിന് സ്തോത്രം. മനോഹരമായൊരു മുന്തിരിത്തോട്ടം, വളരെ നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ വളർന്നു വരുന്നതായി മുന്തിരിത്തോട്ടം. നാം ഓരോരുത്തരും അങ്ങനെയാണ്. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. തോട്ടം, ദൈവത്തിന് സ്തോത്രം. ആ മുന്തിരിത്തോട്ടം പോലെ നാം ഓരോരുത്തരും ഫലപ്രദമായ മുന്തിരിങ്ങ കായ്ക്കുന്നവരായിരിക്കണം. ഫലപ്രദമായ നല്ല മധുരമുള്ള നല്ല മുന്തിരിച്ചാറ് ഉൽപ്പാദിപ്പിക്കുന്ന മുന്തിരിങ്ങ കായ്ക്കുന്ന തോട്ടമായിരിക്കണം. പറയുകയാണ്, ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. നോക്കൂ, ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ. ദൈവം നമ്മെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ തന്നെയാണ് വെച്ചത്. നമുക്കെല്ലാവർക്കും ദൈവം തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും നമുക്ക് എന്തിൻ്റെ കുറവാണുള്ളത്. കർത്താവ് നമുക്ക് കണ്ണ് കാഴ്ച തന്നില്ലേ? ഇല്ലേ? തന്നല്ലോ. ചിലർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നു. എന്നാൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നു. കർത്താവ് നമ്മുടെ കണ്ണ് കാഴ്ച തന്നില്ലേ? ഓരോന്നോരോന്ന് ചിന്തിക്കണം. ദൈവം തന്ന നന്മകളെ ഓർക്കണം. നാം ഇതൊക്കെ സാധാരണ സംഭവങ്ങളായതുകൊണ്ട് അങ്ങനെ അതൊരു നന്ദി കൊണ്ട് ഓർക്കാൻ പറ്റുന്നില്ല, ഓർക്കേണ്ട ആവശ്യം തോന്നുന്നില്ല. വാസ്തവ ഇല്ലാത്തവരെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇല്ലാത്തവരെ കാണുമ്പോൾ, കാഴ്ചയില്ലാത്തവരെ കാണുമ്പോഴാണ്, എൻ്റെ കർത്താവെ നീ എനിക്ക് കാഴ്ച തന്നല്ലോ, എന്തൊരു മഹാഭാഗ്യം. കാഴ്ചയില്ലാത്തവർ ഒന്നും കാണാൻ പറ്റാതെ അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആരെങ്കിലും സഹായം വേണം. ആ സഹായത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കണം. എൻ്റെ കർത്താവേ, ദൈവമേ, എത്രയോ പേര് ഇതുപോലെ കണ്ണുകാഴ്ചയില്ലാത്തവരെ ചേർക്കുന്നു, എനിക്ക് നീ കണ്ണിന് കാഴ്ച തന്നല്ലോ, കണ്ണിന് വെളിവ് തന്നല്ലോ. എൻ്റെ കർത്താവേ, എനിക്ക് സുബോധം തന്നല്ലോ. കർത്താവേ, എൻ്റെ നാവിന് സംസാരിക്കാനുള്ള കെൽപ്പ് തന്നല്ലോ. എൻ്റെ കാലുകൾക്ക് നടക്കാമല്ലോ. കൈക്ക് പ്രവർത്തിക്കാനുള്ള കരുത്ത് തന്നല്ലോ. കയ്യ് പ്രവർത്തിക്കാൻ പറ്റാത്തവരായിട്ട് ആളുകൾ, കൈൻ്റെ കൈപ്പത്തി പോയവർ, അതിലും കൈപ്പത്തി ഇല്ലാത്തവർ, ജനിക്കുമ്പോൾ തന്നെ കൈപ്പത്തി ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഒരു കൈ വളഞ്ഞ് ഒടിഞ്ഞിരിക്കുന്ന കൈകളോടുകൂടി ജനിക്കുന്നവർ, എന്തെല്ലാം ഓരോന്നോരോന്ന് കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, എൻ്റെ കർത്താവേ, നീ എനിക്കിതെല്ലാം തന്നല്ലോ. നീ എനിക്ക് ഫലവത്തായ ഒരു കുന്നിന്മേൽ നീ എനിക്ക് എല്ലാം ഒരുക്കി തന്നല്ലോ. ഫലവത്തായ ഒരു കുന്ന്, എല്ലാം ഫലപ്രദമായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് ധാരാളമായി പകർന്നു തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും നിരാശാകരമായ സാഹചര്യം വരുമ്പോൾ പോലും നാം ഒരു കാര്യം ചെയ്യണം, ദൈവം തന്ന നന്മകൾ ഓർത്ത് സ്തുതിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാനുള്ളൊരു മൂഡില്ല, അതിനുള്ളതായ ഒരു അന്തരീക്ഷം കിട്ടുന്നില്ലെന്ന് ഇരിക്കട്ടെ.
ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നി വരാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥത തോന്നി വരാം, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഒട്ടും തളരാതെ, നിരാശപ്പെടാതെ നിങ്ങൾ പിന്നിലേക്ക് ഒതുങ്ങി, സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒതുങ്ങി മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവം നന്മകൾ ഓർത്തങ്ങ് സ്തുതിക്കാൻ തുടങ്ങണം. അപ്പോൾ അത് സ്തുതിക്കുമ്പോൾ ജഡികമായ സ്തുതിയാണ്, വെച്ചാൽ ആത്മാവിലുള്ള സ്തുതി ആയിരിക്കണമെന്നില്ല. വെറും വാക്കുകൾ, സ്തുതി സ്തുതി സ്തുതി. എന്താ കർത്താവേ, നീ എനിക്ക് കണ്ടു തന്നതിനായി എനിക്ക് സ്തുതി, നീ എനിക്ക് കാഴ്ചശക്തി തന്നതിനായി എനിക്ക് സ്തുതി, നീ എനിക്ക് ഇത്രത്തോളം വിദ്യാഭ്യാസം തന്നതിനായി എനിക്ക് സ്തുതി, എനിക്ക് വേദപുസ്തകം വായിക്കാൻ അതിനുള്ള അക്ഷരങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് തന്നതിനായി എനിക്ക് സ്തുതി, കർത്താവേ എൻ്റെ നാവിന് നീ ബലം തന്നതിനായി എനിക്ക് സ്തുതി. ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ കാണണം. അപ്പോൾ കർത്താവേ, എനിക്ക് ജീവിക്കാനുള്ള മാർഗം തന്നതിനായി എനിക്ക് സ്തുതി. ഇങ്ങനെ നമുക്ക് എന്തൊക്കെയുണ്ടോ, ഉള്ളതല്ല എന്തെല്ലാം ഉണ്ടോ, ഇല്ലാത്തതിലേക്ക് നോക്കരുത്, ഉള്ളത് എന്തെല്ലാം ഉണ്ടോ അത് ഓരോന്നും ഇങ്ങനെ പെറുക്കി സ്തുതിക്കുക. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ദൈവം തന്ന നന്മയാണ്. ദൈവം നിത്യനായി ദൈവം തന്നാണല്ലോ ഇതെല്ലാം. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ അറിയാതെ നിങ്ങൾ ആത്മാവിലാകും. അറിയാതെ നിങ്ങൾ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യണ്ട, ദൈവം തന്ന നന്മകൾ ഓർത്തങ്ങ് സ്തുതിക്കാൻ തുടങ്ങിയാൽ മതി. ദൈവം എനിക്ക് തന്ന നന്മകൾ, രോഗം വന്നായിരുന്നു, പക്ഷേ എൻ്റെ കർത്താവേ നീ രോഗം ശമിപ്പിച്ചു തന്നല്ലോ, രോഗം മാറ്റി തന്നല്ലോ. ആയുസ് പോകുമെന്ന് വിചാരിച്ചതാണ്, ഇല്ല കർത്താവേ നീ എനിക്ക് ആയുസ് നീട്ടി തന്നല്ലോ. ഇങ്ങനെ ഓരോന്നിങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടിയ പ്ലസ് പോയിൻറ്റ്സ് ഞാൻ പറയും, പ്ലസ് പോയിൻറ്റുകളെല്ലാം എടുത്ത് ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ വെറും മെക്കാനിക്കലായിട്ട്, വെറും യാന്ത്രികമായിട്ട് നിങ്ങൾ സ്തുതിച്ച് വരുമ്പോഴേക്കും നിങ്ങളറിയാതെ നിങ്ങൾ പയ്യെ തൊണ്ട ഇടരാൻ തുടങ്ങും, നിങ്ങൾ കണ്ണീര് അണിയാൻ തുടങ്ങും, നിങ്ങൾ വിതുമ്പാൻ തുടങ്ങും, നിങ്ങൾ കർത്താവിനെ ആത്മാവിൽ സ്തുതിക്കാൻ തുടങ്ങും. അങ്ങനെ സ്തുതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു വലിയ ശക്തിയായി മാറും. സ്തുതി, ആ സ്തുതിയിൽ കൂടിയാണ് നമ്മൾ വളരുന്നത്. ആ സ്തുതി അതെപ്പോഴെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നോ അപ്പോൾ കൃപയിൽ നിന്ന് മാറിയെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ സ്തുതിക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരണം. ദൈവത്തിന് സ്തോത്രം. എല്ലാ സഭകളും ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നവരാണ്, ക്രിസ്തുവിൻ്റെ തിരക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം വിശ്വസിക്കുന്നവരാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് വിശ്വസിക്കുന്നവരാണ്, ക്രിസ്തു വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് കൂട്ടായ്മയ്ക്ക് തടസ്സമില്ല. ഏത് സഭയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ കൂടുതൽ ഈ അടുത്ത നാളുകളിൽ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സഭാഭേദം എന്ന് പറയുന്നതെല്ലാം വാസ്തവത്തിൽ വളരെ മൂഢമായ ധാരണയാണ്. സഭാഭേദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏത് സഭയിൽ നിൽക്കുന്നുള്ളത് യാതൊരു പ്രസക്തിയുമില്ല. നിൽക്കുന്ന അവിടെ നിൽക്കട്ടെ, ഓരോരുത്തരും എവിടെ നിൽക്കുന്നു ആ സഭയിൽ തന്നെ നിന്നുകൊള്ളട്ടെ ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സഭ ഏത് സഭയെന്നുള്ളതിന് പ്രസക്തിയില്ല. പക്ഷേ നാം എല്ലാവരും സ്തുതിക്കുന്നവരായി തീരണം. സ്തുതി എന്ന ഒരു മഹത്വേറിയ ഒരനുഭവം നമുക്കുണ്ടായിരിക്കണം. സ്തുതി അത് ഒരാഭരണമാണ്, സ്തുതി ഒരായുധവുമാണ്. സ്തുതി ആഭരണമാണെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് മനസ്സിലാകും, ആഭരണമാണ്. ഇപ്പോൾ സ്ത്രീകൾ കഴുത്തിൽ മാലയിടുന്നു അല്ലെങ്കിൽ വള്ളിയിടുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സ്തുതി എല്ലാ മനുഷ്യർക്കുള്ള ഒരാത്മീയ ആഭരണമാണ്. സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയയും. ഈ സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയയും നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൽ വന്നു കഴിയുമ്പോഴേക്കാണ് നാം ക്രിസ്ത്യാനികളായി തീരുന്നുള്ളൂ. അല്ലെങ്കിൽ വെറുതെ പുറജാതികളെ പോലെ തന്നെയായിരിക്കും, ദൈവമില്ലാത്ത ജാതികളെ പോലെ ആയിരിക്കും. നാം ക്രിസ്ത്യാനികളാകണമെങ്കിൽ ഇന്ന സഭയിൽ നിന്നുള്ളതല്ല, നേരെ മറിച്ച് സ്തുതി എന്ന ഒരായുധം കയ്യിലുണ്ടായിരിക്കണം. സ്തുതി എന്ന ആഭരണം നമ്മുടെ മേലുണ്ടായിരിക്കണം. സ്തുതി, ഈ ആഭരണം അത് അനുഗ്രഹീതമായ ശോഭനമായ ഒരു നല്ല ജീവിതം നയിക്കുമെന്നൊക്കെ സഹായമായി തീരും സ്തുതി. ദൈവത്തിന് സ്തോത്രം. ആദ്യകാലത്തൊക്കെ ഞാൻ ഈ ആത്മീയ രംഗത്തേക്ക് വരുന്ന ആദ്യകാലത്ത് എനിക്ക് ഈ ഓരോരുത്തരും സ്തുതി സ്തോത്രം എന്നൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു അലോസരമായിരുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ ഒച്ച ഉണ്ടാക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നത്. വചനം കേൾക്കുന്ന സമയത്ത് സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. അപ്പോൾ എനിക്കതൊരു അസഹ്യതയായി തോന്നിയിരുന്നു. എന്നാൽ ഞാൻ സാക്ഷാൽ കർത്താവിൻ്റെ ആ കൃപ അനുഭവിച്ചു തുടങ്ങിയപ്പോഴേക്കും സ്തുതി എനിക്ക് വലിയ സന്തോഷമായി മാറി. കർത്താവിൻ്റെ കൃപ അനുഭവിച്ച്, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച്, കർത്താവ് എൻ്റെ ഉള്ളത്തിൽ വാഴുന്നു എന്നുള്ളതായ അനുഭവം വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്തുതി എനിക്ക് വിട്ടുപിരിയാൻ പാടില്ലാത്തൊരു അനുഗ്രഹമായി മാറി. സ്തുതിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യാന്ത്രികമായിട്ടാണെങ്കിൽ സ്തുതിക്കുക. യാന്ത്രികമെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? മെക്കാനിക്കലായിട്ട് സ്തുതിക്കുക വെച്ചാൽ വെറുതെ ചുണ്ടനക്കി സ്തുതിച്ചോളൂ. അപ്പോൾ കുറേ നേരം സ്തുതിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആത്മാവിൻ്റെ കൃപ കിട്ടും, ആത്മാവിൻ്റെ ചൈതന്യം കിട്ടും. അങ്ങനെ അപ്പോൾ ആത്മാവിലായി കഴിയുമ്പോഴേക്കും പിന്നെ നിങ്ങൾ ആത്മാവിലായിട്ടാണ് അതാണ് ശരിയായ ആരാധന എന്ന് പറയുന്നത്.
ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും എന്ന് പറയുന്നില്ലേ, ഈ ബലിയും സ്തോത്രവും സ്തുതിയും ഇത് അനുഗ്രഹകരമായ ആരാധനയാകുന്നത് നമ്മുടെ ആത്മാവിലാകുമ്പോഴാണ്. ആത്മാവിലാകുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസപ്പെട്ട കാര്യമില്ല. നിങ്ങളും ജീവിതത്തിലെ വഴിമുട്ടി വിഷമിച്ച് മനസ്സ് നൊന്ത് വിങ്ങി എൻ്റെ കർത്താവേ ഞാൻ എന്തു വേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് കരയുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ വലഞ്ഞ് വിഷമിച്ച് ആകുലഭാരങ്ങളാൽ നിങ്ങൾ വലഞ്ഞു പോകുന്ന സമയങ്ങളിൽ അപ്പോൾ ഈ സ്തുതി എന്താണെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ സ്തുതി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് ഇതിനെ അനുഭവിക്കാം. സ്തുതി നിങ്ങളുടെ മേൽ പറന്നിറങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്നുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ക്രിസ്തീയ ജീവിതം മധുരതരമായൊരു അനുഭവമായി മാറണം. മുന്തിരിച്ചാറ് പോലെ മധുരതരമായൊരു അനുഭവമായി മാറണം. എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാട്ട് പാടുന്നു. സ്വർഗീയമായൊരു മുന്തിരിത്തോപ്പിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വർഗീയമായ മുന്തിരിത്തോട്ടത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ തോട്ടം, മുന്തിരിത്തോട്ടം, അത് ഈ ഞാൻ തന്നെയാണെന്ന് നാം കാണണം. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ തന്നെയാണ്. കർത്താവിൻ്റെ മുന്തിരിയാണ് എന്നിൽ നിന്ന് വരുന്നതായ ഫലങ്ങൾ. ഇവിടെ നിന്ന് കയ്പുള്ളത് വരാൻ പാടില്ല. എന്നാൽ ഇവിടെ വേദനയോട് പ്രവാചകൻ പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. നമ്മിൽ നിന്ന് സംഭവിക്കുന്നത് മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കർത്താവ് കാത്തിരുന്നു. ഈ തോട്ടത്തിൻ്റെ ഉടയവനായ ക്രിസ്തു അവിടുന്ന് നമ്മിൽ നിന്ന് മുന്തിരിങ്ങ കായ്ക്കുമെന്ന് പ്രതീക്ഷിച്ച് മുന്തിരിവള്ളി കൊണ്ട് നട്ടതാണ്. നല്ല മുന്തിരിയാണ് നട്ടത്. നല്ല ഫലസമൃദ്ധി ഉണ്ടാകാവുന്ന മുന്തിരിവള്ളി തന്നെയാണ് നട്ടത്. പക്ഷേ യജമാനൻ നോക്കിക്കൊണ്ട് നിന്നു. പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. അനേകം വിശ്വാസികളും കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്നവരാണ്. ദൈവത്തിൻ്റെ തോട്ടത്തിൽ തന്നെ നട്ടു. ദൈവം നട്ടത് തന്നെയാണ്. കൂട്ടായ്മയിൽ വരുന്ന ദൈവമക്കൾക്ക് അറിയാമല്ലോ, ഒരു പ്രത്യേക സമാധാനം കിട്ടുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക സന്തോഷം കിട്ടുന്നുണ്ടല്ലോ. ഈ ആകുലങ്ങളും ഭാരങ്ങളും വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുമെന്നും ഒക്കെ ഒരു ബോധ്യം നമുക്കുണ്ടല്ലോ. എന്നാൽ ഓർക്കുക, ഞാൻ അവന് നല്ല മുന്തിരിങ്ങ കായ്ക്കുന്നുണ്ടോ അതോ കാട്ടുമുന്തിരിങ്ങയാണോ കായ്ക്കുന്നത്? കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഇന്ന് അനേകം വിശ്വാസികളും കൂട്ടായ്മയിൽ വരുന്നവരുൾപ്പെടെ അനേകം വിശ്വാസികളും കാട്ടുമുന്തിരിങ്ങ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിന് വരുമ്പോൾ നാം ഭക്തിയുള്ളവരാണ്, പ്രാർത്ഥനയുള്ളവരാണ്, നല്ല ഭയഭക്തിയോടെ തന്നെ വന്നിരിക്കും. വേദപുസ്തകം കയ്യിലെടുക്കും, വേദപുസ്തകം ഉണ്ടായിരിക്കും. പ്രസംഗം പറയുമ്പോൾ ചിലപ്പോൾ വേദപുസ്തകം നോക്കി അത് മനസ്സിലാക്കും. കൊള്ളാം, നല്ലത് തന്നെ. പക്ഷേ നിങ്ങൾ ചിന്തിക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ കായ്ക്കുന്നത് കാട്ടുമുന്തിരിങ്ങയാണോ? ദൈവം എനിക്ക് ചുറ്റും എല്ലാം ചെയ്തു, വേലി കെട്ടി തന്നു, എല്ലാം ഭദ്രമായി സൂക്ഷിച്ചു, നല്ല വളമിട്ട് തന്നു, നല്ല മുന്തിരിവള്ളി നട്ടതാണ്, അത് നല്ലപോലെ വളരാനുള്ളതായ സാഹചര്യമെല്ലാം ഒരുക്കി, എല്ലാം ചെയ്തു. ഇതുവരെയുള്ള ജീവിതത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. ഇതുവരെയുള്ള ജീവിതം ഒരു 10 വർഷം മുൻപുള്ളതിനേക്കാൾ നിങ്ങളുടെ ജീവിതം അന്നത്തേക്കാൾ സമാധാനമുള്ളതാണോ സമാധാനം ഇല്ലാത്തതാണോ? ചിന്തിച്ചാൽ മനസ്സിലാകും. ജീവിതത്തിൽ കൂട്ടായ്മയിൽ വന്നു, പക്ഷേ നിങ്ങൾ വചനം ഗവനിച്ചില്ല, വചനം ശ്രദ്ധിച്ചില്ല, അങ്ങനെ വന്നാൽ അപകടം വരും. അല്ല, വചനം ശ്രദ്ധിച്ചു, അങ്ങനെ വന്നു, നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരുന്നു. ഒരു 10 വർഷം മുമ്പുള്ളതിനേക്കാൾ എന്തൊരു വലിയ സമാധാനമാണ് നിങ്ങൾക്കുള്ളത്. ചിന്തിച്ച് നോക്കൂ, എന്തുമാത്രം നിങ്ങൾക്കൊരു ശാന്തതയുണ്ട്. അന്ന് നിങ്ങൾ ആരോരുമില്ലാത്ത പോലെ അഗതികളെപ്പോലെ ജീവിക്കുകയായിരുന്നു. എന്താ, ഒന്നും പറയാൻ ആരുമില്ല, ഒന്ന് വേദനകൾ തുറന്നു പറയാൻ ആരുമില്ല. ആരോട് പറയും? അങ്ങനെ നിങ്ങൾ വിഷമിച്ചൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പ്രശ്നം വന്നാൽ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാം, പ്രാർത്ഥിക്കാം, ഒരു ധൈര്യമുണ്ടല്ലോ. കർത്താവിനോട് പറയാം, കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കും, ഒരു ബോധ്യമുണ്ടല്ലോ. അപ്പോൾ ഒരു 10 കൊല്ലം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സാമ്പത്തികമായിട്ട് നമുക്ക് പുരോഗതി, 10 കൊല്ലം മുമ്പുള്ളതിനേക്കാൾ നമുക്ക് ഇന്ന് മാനസികമായ ഒരു ശാന്തതയും മാനസികമായ ഒരു സ്വസ്ഥതയും, കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒരു 10 കൊല്ലം മുമ്പുള്ളതിനേക്കാൾ. ചിലർക്കത് കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ചിലർക്ക് ഒരുപക്ഷെ സമാധാനവും ആ സന്തോഷവും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അതിന് കാരണം നമ്മുടെ തന്നെ പാവമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പാവം തന്നെ. എന്തുകൊണ്ടാണ് കുടുംബത്തിൽ സമാധാനം കിട്ടാത്തത്? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണക്കം വരാത്തത് എന്തുകൊണ്ടാണ്? മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു ഐക്യം വരാത്തത് എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ് കുടുംബത്തിൽ പരസ്പരം ഛിദ്രം, പരസ്പരം ഭിന്നതയുണ്ടാകുന്നത്? അതിനെല്ലാം നാം വേണ്ടതുപോലെ കരുതിയില്ല എന്നുള്ളതാണ്. ഇതെൻ്റെ ദൈവത്തിൻ്റെ തോട്ടമാണ്, ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധം മാത്രമേ പൊഴിയാവൂ, ഈ തോട്ടത്തിൽ നിന്ന് നല്ല ഫലം മാത്രമേ കായ്ക്കാവൂ എന്നുള്ള നിർബന്ധം നമുക്കില്ലാതെ പോയി. അതുകൊണ്ടാണ് വാസ്തവത്തിൽ നമുക്ക് വേണ്ടതുപോലെ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ സാധിക്കാതിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഫലം കായ്ക്കുന്നവരായി തീരണം. നാം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പാടുന്നുണ്ടല്ലോ, യജമാനൻ വരും, അന്നേരത്ത് ഉണർവുള്ളവരായി കാണുന്ന ദാസന്മാരത്തെ ധന്യന്മാർ. യജമാനായ യേശു വീണ്ടും വരും. അപ്പോൾ വിശ്വസ്തരായി തൻ്റെ മുദ്രതോപ്പിൽ പണി ചെയ്യുന്ന ദാസന്മാർ, അവർ മാത്രമേ ധന്യന്മാരായിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ, ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോപ്പിൽ, കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ വയലിൽ നാം ജോലി ചെയ്യാൻ നിൽക്കുമ്പോൾ, പ്രവർത്തനത്തിനായി നിൽക്കുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടും. ഇവിടെയുള്ളതെല്ലാം പോകും, ഇല്ലേ? തീർച്ചയായിട്ടും പോകുമല്ലോ. നമുക്ക് സമ്പത്തുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വീടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ജോലിയുണ്ട്, നമുക്ക് ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളെ സഹായിക്കില്ല. ഒന്നും. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ശവക്കുഴിയുടെ അരികത്ത് വന്ന് ദുഃഖത്തോടെ നോക്കി നിൽക്കും, അതിനപ്പുറം ചെയ്യാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട ഭർത്താവ് വേദനയോടെ ഏങ്ങലടിച്ചുകൊണ്ട് ശവക്കുഴിയിലേക്ക് നോക്കി നിൽക്കും. അവസാനം എല്ലാം കഴിഞ്ഞ് ഒരുപടി മണ്ണിട്ട് ഇതാ ഓരോരുത്തരായി പിരിഞ്ഞു പോരും. എന്നാൽ ഈ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ആ ശവക്കുഴിയിൽ കിടക്കും, മണ്ണോട് മണ്ണായി ചേരാൻ അവിടെ കിടക്കും. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ഈ യേശുക്രിസ്തുവിൻ്റെ മുന്തിരിത്തോപ്പിൽ പണി ചെയ്യുന്നവനായി ഞാൻ കാണപ്പെട്ടാൽ, കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ ഫലസമൃദ്ധിയുള്ളവനായി ഞാൻ കാണപ്പെട്ടാൽ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ സുഗന്ധം വീശുന്നതിനായി ഞാൻ കാണപ്പെട്ടാൽ, എങ്കിൽ അവിടെ ആ പുഴുവരിച്ച് കിടന്നു പോവുകയില്ല. ഈ ശരീരം മണ്ണോട് മണ്ണ് ചേർന്നാലും ദൈവത്തിന് സ്തോത്രം, ഒരു നാൾ കേൾക്കും കാഹളനാദം. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യം! ഒരു നാൾ കേൾക്കും കാഹളനാദം. ഒരു ശബ്ദം മുഴങ്ങും, ഇടിവെട്ടുന്ന പോലെ തോന്നും. എന്തെല്ലാമോ ഭൂകമ്പമാണെന്നൊക്കെ ചിന്തിക്കുക ആളുകൾ. ഭൂകമ്പമാണോ? പക്ഷേ ശവക്കളറിൽ കിടക്കുന്ന ആ ദാസൻ എങ്ങനെയുള്ളവൻ? ദാസിയോ ദാസനോ? എങ്ങനെയുള്ളവൻ? അവൻ മുന്തിരിത്തോപ്പിൽ പണിയുന്നു, ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശുന്നു, ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫലം കായ്ക്കുന്നു. അവർ ഈ ശബ്ദം കേൾക്കും. മരിച്ചവർ കബറുകളിൽ നിന്ന് അവർ ശബ്ദം കേട്ട് അവർ ഉയർത്തെഴുന്നേൽക്കും. കല്ലറകൾ തുറക്കും. ഇന്ന് നമ്മുടെ പല സെമിത്തേരികളിലും അനേകം കല്ലറകളെന്ന് തുറക്കും. പല സെമിത്തേരികളിലും ചില ശവക്കുഴികൾ തുറക്കും. മനസ്സിലാവില്ല, മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. അന്ന് ആ കൂട്ടത്തിൽ ഞാനും പറക്കണമെങ്കിൽ ഞാനൊരു വിശുദ്ധനായി ജീവിക്കണം. സ്തോത്രം. ഞാൻ കറതീർന്നവനായി ജീവിക്കണം. ഒരു കാര്യത്തിൽ തെറ്റുപറ്റരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോ ദിവസവും രാവിലെ പ്രഭാതത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും ജോലികളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രഭാത പ്രാർത്ഥനയുണ്ട്. അത് തീർച്ചയായിട്ടും കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ട്, പ്രഭാത നമസ്കാരവും സന്ധ്യ നമസ്കാരവും ഉണ്ട്. അതല്ല, നിങ്ങൾ തനിയെ ഇരുന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നിങ്ങളുടെ ജീവിതം ഒന്നുകൂടി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം. കുടുംബ പ്രാർത്ഥന നടത്തണം. അത് കൂടിയേ കഴിയൂ. പക്ഷേ അത് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി ചേർന്നുള്ള പ്രാർത്ഥന, കുടുംബ നമസ്കാരം. എന്നാൽ രാവിലെ സമയത്ത് നിങ്ങൾ തനിയെ ദൈവത്തോട് പറയണം, കർത്താവേ, ഇന്ന് വൈകുന്നേരത്തിനകം എന്തെല്ലാം പുതിയ പുതിയ സംഭവങ്ങളാണ് വരാൻ പോകുന്നത് എനിക്ക് അറിയാൻ പാടില്ലല്ലോ. ഞാൻ ഒന്നും അറിയുന്നില്ല, അവിടെ നിന്നെല്ലാം അറിയുന്നു. കർത്താവേ, ഒരു ആറ്റം പോലും, ഒരു അണു പോലും, പരമാണു പോലും എൻ്റെ ജീവിതത്തിൽ നിന്നെ ദുഃഖിപ്പിക്കുന്നൊന്നും വരാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ നിന്നെ വ്യസനിപ്പിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഒരക്ഷരത്തിൽ പോലും എനിക്ക് തെറ്റ് പറ്റരുത്. കർത്താവേ, അതിന് നിൻ്റെ തീമതിൽ എനിക്ക് ചുറ്റും കെട്ടണം. മതിൽ കെട്ടണം. അതാണ് ഇവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അതിന് വേലി കെട്ടി, തോട്ടത്തിന് വേലി കെട്ടി. ഈ ഒരു വേലി നമുക്ക് ചുറ്റുമുണ്ടായിരിക്കണം എപ്പോഴും. ഈ ഒരു വേലി, തോട്ടത്തിന് ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കണം. അത് പരിശുദ്ധാത്മാവിൻ്റെ വേലിയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ആ സംരക്ഷണത്തിൻ്റെ വേലിയാണ്. നമുക്കൊരു ഭദ്രമായ സംരക്ഷണം കർത്താവ് തരും. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് സംരക്ഷണം തരും. ഒരു തെറ്റായ വഴിയിലേക്ക് നീങ്ങാതിരിക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ തടുക്കും. ദൂതന്മാർക്ക് നമുക്ക് കാവലായി നിൽക്കും. മാലാഖമാർ നമുക്ക് ചുറ്റും കാവലായി നിൽക്കും. നിങ്ങൾക്കറിയാമോ, നമുക്ക് ഓരോരുത്തർക്കും ദൈവം നിയോഗിച്ച മാലാഖമാരുണ്ട്. നമ്മെ കാക്കാനാണ് ദൈവം നിയോഗിച്ച മാലാഖമാർ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നാം ഇതൊന്നറിയുന്നില്ല. നാം അക്കരെ ചെല്ലുമ്പോൾ അത്ഭുതപ്പെടും. അയ്യോ, എൻ്റെ കൂടെ ഈ മാലാഖമാരുണ്ടായിരുന്നല്ലോ, അറിഞ്ഞില്ലല്ലോ.
നാം അത്ഭുതപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റൊരു വേലി കെട്ടിത്തരും ദൈവം. വേലി കെട്ടും. ദൈവത്തിന് സ്തോത്രം. വേലി കെട്ടി നമ്മെ സംരക്ഷിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങൾ. കർത്താവേ, ഇന്ന് ഒരു കാരണവശാലും എൻ്റെ യേശുവിനെ മറന്നുള്ളൊരു സമയം പോലും എനിക്ക് ഉണ്ടായിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾ ജീവിതം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അന്ന് ആ പകല് ഏതെല്ലാം ചിലപ്പോൾ ചില അത്യാഹിതങ്ങൾ പിശാച് ഒരുക്കുന്നുണ്ടാകും. സാത്താൻ ചില അത്യാഹിതങ്ങൾ ഒരുക്കും. ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ നോക്കും. ഇതെല്ലാം പിശാചിൻ്റെ കണിയാണ്, ദൈവം അല്ല ചെയ്യുന്നത്. ആക്സിഡൻറ്റ് ഉണ്ടാക്കും. വാഹനാപകടങ്ങളാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെറുതെ മുറ്റത്തൂടെ നടക്കുമ്പോൾ വീണു പോകുന്നതാകാം, അപകടങ്ങളുണ്ടാക്കും. ഈ അപകടങ്ങൾ, വാഹനാപകടങ്ങളോ എന്തും ആകട്ടെ, ഏതെങ്കിലും അത്യാഹിതങ്ങൾ, ഇതെല്ലാം വരുമ്പോഴേക്കും അവിടെ കർത്താവ് മതിൽ കെട്ടിയിരിക്കുകയാണ്. ഒരു തലനാരിഴയ്ക്ക് നമ്മെ കർത്താവ് രക്ഷപ്പെടുത്തും. തലനാരിഴയ്ക്ക് നമ്മെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും. അങ്ങനെ ദൈവത്തിൻ്റെ സംരക്ഷണ ഭിത്തിക്കകത്തായിരിക്കണം നാം. ദൈവത്തിൻ്റെ സംരക്ഷണ ഭിത്തി നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രമാണമാക്കണം. നിങ്ങളുടെ ചുറ്റും എപ്പോഴും ദൈവം ഒരു വേലി കെട്ടിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. മാലാഖമാരെ നിങ്ങൾക്ക് കാവലാക്കി നിർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളെ സംരക്ഷിക്കാൻ, തെറ്റിലേക്ക് പോകാതിരിക്കാൻ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഓർമ്മ തരാൻ മാലാഖമാർ ചുറ്റും നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അനുഗ്രഹീതമായ ശോഭനമായ ഒരു നല്ല ജീവിതം നയിക്കുമ്പോഴാണ് ഈ തോട്ടത്തിൽ നിന്ന് നല്ല നല്ല മുന്തിരിങ്ങ കായ്ക്കുന്നത്. പ്രാർത്ഥിക്കുകയോ സമർപ്പിക്കാം, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റും വേലി കെട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അരിയിലേക്ക് വരുന്ന യേശുവിനെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ആത്മക്കണ്ണുകൾക്ക് പ്രകാശം തരണമേ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ സമാധാനം അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തലോടണമേ, എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭാരപ്പെട്ട് ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. മനസ്സ് നൊന്ത് വെങ്ങിയിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. എല്ലാവരെയും നിന്റെ കൃപയിൽ പൊതിയണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.